വാർത്ത. ബലാത്സംഗ കേസിൽ ഇടക്കാല ജാമ്യം ലഭിച്ചതിന് പിന്നാലെ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകാൻ നടൻ സിദ്ദിഖ് തിരുവനന്തപുരത്ത് പ്രത്യേക സംഘം മുൻപാകെ ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നാണ് സൂചന. അഭിഭാഷകരുമായി ആലോചിച്ച ശേഷമാണ് തുടർ നടപടി. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, സിദ്ദിഖ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഒളിവിലാണ്, നമുക്കറിയാം. പക്ഷേ മുൻകൂർ ജാമ്യം ലഭിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. എന്നാലും അറസ്റ്റിന് അന്വേഷണ സംഘത്തെ കോടതി അനുവദിച്ചിട്ടുണ്ട്. ജാമ്യത്തിൽ വിട്ടയക്കണം എന്ന ഉപാധിയോടുകൂടി തന്നെ എന്താണ് സിദ്ദിഖിന്റെ ഇനിയുള്ള നീക്കം? എന്താണ് മറ്റു വിവരങ്ങൾ? രഞ്ജിത്ത, സിദ്ദിഖ് ഇപ്പോഴും, അതായത് നേരത്തെ ഒളിവിലായിരുന്ന അതേ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ജാമ്യം നേടിയ ശേഷവും സിദ്ദിഖ് ഇതുവരെയും ഒരു എവിടെയാണ് എന്നത് സംബന്ധിച്ച ഒരു വിവരവും പുറത്തേക്ക് വന്നിട്ട് ഇവിടെ നമ്മൾ കാക്കനാട് പടമുകളിലുള്ള സിദ്ദിഖ് മുന്നിലാണിത്. ഇപ്പോഴും ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഇവിടെ വീട്ടിലെ അവിടെയുള്ള ജോലിക്കാർ മാത്രമാണ് ഇവിടെ ഉള്ളത്. അല്പം മുമ്പ് അവർ പുറത്തിറങ്ങി പോകുന്നുണ്ടായിരുന്നു. മറ്റാരും തന്നെ, കുടുംബാംഗങ്ങളോ ആരും തന്നെ ഇവിടെയോ അതല്ലെങ്കിൽ കരുമാലൂരിലുള്ള മറ്റൊരു വസതിയുണ്ട്, അവിടെയോ ആരും തന്നെ ഇല്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആണ് സുപ്രീം കോടതി ജാമ്യം അനുവദിക്കുന്നത്. അപ്പോൾ ജാമ്യം അനുവദിച്ചതിന് ശേഷം 2 ആഴ്ചയിലെ ഒരു ആശ്വാസമാണ് സിദ്ദിഖിന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇവിടേക്ക് എത്തിയേക്കുമെന്നുള്ള ഒരു സൂചന ഉണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെ ഉണ്ടായിട്ടില്ല, ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഈ ജാമ്യകാര്യം നേടിയ ശേഷം ഇപ്പോൾ നടക്കുന്ന പ്രധാനമായ ഒരു ചർച്ച എന്ന് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ സിദ്ദിഖ് എത്തുക എന്ന സാധ്യതകളാണ്. ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ എത്താൻ യാതൊരു തടസ്സവുമില്ല. സിദ്ദിഖ് ഏത് അന്വേഷണവുമായി സഹകരിക്കുമെന്നാണ് സുപ്രീം കോടതിയിൽ അഭിഭാഷകർ നൽകിയ ഉറപ്പ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് നോട്ടീസ് ലഭിച്ച ശേഷം, അതായത് അന്വേഷണ സംഘം സിദ്ദിഖ് എവിടെ എപ്പോൾ ഹാജരാകണമെന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു നോട്ടീസ് നൽകിയതിനു ശേഷം, നൽകുമോ എന്ന് കാത്തിരിക്കാം. നൽകിയതിനു ശേഷം അവിടേക്ക് എത്താമെന്നതാണ്. അത് തിരുവനന്തപുരത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇത് സംബന്ധിയായ അന്വേഷണം നടത്തുന്നതും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചു. അപ്പോൾ അവിടേക്ക് എത്താൻ തന്നെയാണ് സാധ്യത, മുഴുവൻ സാധ്യതയും അത് തന്നെയാണ്. പക്ഷെ അതെന്നാണ് എന്നത് സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ നോട്ടീസ് നൽകുമോ എന്നതാണ് സിദ്ദിഖിന്റെ അഭിഭാഷകർ കാത്തിരിക്കുന്നത്. അങ്ങനെ ഈ നോട്ടീസ് നൽകുന്നത് അത്രയും ആ ഒരു സമയം നീട്ടിക്കൊണ്ടു പോകാനും കഴിയില്ല. കാരണം 2 ആഴ്ചത്തെ ഒരു ഇടവേളയാണ് ഇത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം കൂടി നോക്കിയിട്ട് ഇന്ന് കൂടി ഒരുപക്ഷെ ഇത് സംബന്ധിയായ എന്തെങ്കിലും അറിയിപ്പ് ലഭിക്കുമോ എന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ അവർ കാത്തിരിക്കും. അതിനുശേഷം താൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ എത്താൻ സന്നദ്ധനാണെന്ന് തന്റെ സന്നദ്ധത സിദ്ദിഖ് അറിയിക്കും, അന്വേഷണ സംഘത്തെ അറിയിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഇന്ന് തന്നെ ഇക്കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയേക്കും. കാരണം ഇതിൻ്റെ ഒരു ജാമ്യ വ്യവസ്ഥകൾ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഈ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്താൽ തന്നെയും അത് ജാമ്യത്തിൽ വിടുക, വിചാരണ കോടതിയുടേതായ കാര്യങ്ങളിൽ തീർപ്പുണ്ടാകുക എന്ന കാര്യങ്ങളെല്ലാം തന്നെയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അന്വേഷണ സംഘം നോട്ടീസ് നൽകുമോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ അഭിഭാഷകരടക്കം നോക്കുന്നത്. ഇല്ല എങ്കിൽ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുൻപാകെ എത്താൻ തയ്യാറാണ് എന്ന രീതിയിൽ അന്വേഷണ സംഘത്തെ ഇപ്പോൾ ഒരു വാർത്ത വരുന്നത് ഈ സിദ്ദിഖിന്റെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ഡാനി, നോട്ടീസ് ലഭിച്ച ശേഷം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണോ, നോട്ടീസ് ലഭിക്കാതെ ഹാജരാകണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്നാണ്. നോട്ടീസ് ലഭിക്കാതെ ഹാജരാകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു എന്നുള്ളതാണ്. കാരണം എന്തായാലും ഹാജരായാൽ അറസ്റ്റ് രേഖപ്പെടുത്തും, ജാമ്യത്തിൽ പുറത്തിറങ്ങുകയും ചെയ്യാം. ഇനിയും കേസ് പരിഗണിക്കുക ഈ മാസം അവസാനത്തോടു കൂടിയാണ്. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അത്രയും ദിവസം ഒളിവിൽ കഴിയുക എന്നുള്ളത് സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള കാര്യമല്ല. അന്വേഷണ സംഘവും സ്വാഭാവികമായും ഒരു അന്വേഷണം നടത്തും എവിടെയാണ് എന്നതിനെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ അതിന് മുൻപ് തന്നെ കീഴടങ്ങിക്കൊണ്ട് ഹാജരായിക്കൊണ്ട് നിയമ നടപടികൾക്ക് വിധേയമാവുക എന്നതായിരിക്കും അഭികാമ്യം, അല്ലേ? കൂടുതൽ സാധ്യതയും അത് തന്നെയാണ്. കാരണം അന്വേഷണ സംഘത്തിന്റെ മുന്നിലേക്ക് എത്താൻ എവിടേക്കാണ് എത്തേണ്ടത്, തിരുവനന്തപുരത്തേക്ക് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് ഈ ദിവസങ്ങളിൽ തന്നെ എത്താനുള്ള ഒരു സന്നദ്ധത അഭിഭാഷകർ മുഖേന തന്നെ അറിയിക്കാൻ തന്നെയാണ് മുഴുവൻ സാധ്യതയുമുള്ളത്. വൈകാതെ അത്തരത്തിൽ ഒരു തീരുമാനങ്ങൾ ഉണ്ടായേക്കും. അന്വേഷണ സംഘത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായേക്കും. തങ്ങൾ ഈ ദിവസങ്ങളിൽ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്താമെന്ന് തന്നെ വ്യക്തമാക്കും. കാരണം അത് ഈ ജാമ്യ വ്യവസ്ഥകളിൽ 2 ആഴ്ചത്തേക്ക് ഒരു ആശ്വാസം ലഭിക്കുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിച്ചിരുന്നത് ഏത് അന്വേഷണവുമായി സഹകരിക്കാൻ എപ്പോൾ വേണമെങ്കിലും തയ്യാറാണ്, എത്ര സമയം വേണമെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാം എന്നെല്ലാം തന്നെ സിദ്ദിഖിന്റെ അഭിഭാഷകർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു സന്നദ്ധത ഇവരുടെ ഭാഗത്തു നിന്ന് ഇനി അടുത്ത തവണ കേസ്
പരിഗണിക്കുമുള്ളത് തങ്ങളത് തയ്യാറായിരുന്നുവെന്ന് അറിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഒരു അറിയിപ്പിലേക്ക് തന്നെ വൈകാതെ എത്താൻ തന്നെയാണ് മുഴുവൻ സാധ്യതയും. നോട്ടീസിന് വേണ്ടി ഒരുപക്ഷെ കാത്തിരിക്കില്ല എന്ന് തന്നെയാണ് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ. നോട്ടീസിന് വേണ്ടി കാത്തിരിക്കുക എന്നത് സിദ്ദിഖിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ തുടർന്നുകൊണ്ട് പോകുക അതും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് ഈ ജാമ്യ വ്യവസ്ഥകളിലെല്ലാം തന്നെയും പറയുന്നതുമാണ് അധികം അന്വേഷണത്തോട് സഹകരിക്കുമെന്ന്. അപ്പോൾ അത് നേരിട്ട് സന്നദ്ധത പ്രകടിപ്പിക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. വൈകാതെ അത് എന്നത് സംബന്ധിച്ച് വ്യക്തതയിലേക്ക് വന്നേക്കും. രഞ്ജിത്ത്, ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ബലാത്സംഗ കേസിൽ ഇടക്കാല ജാമ്യം ലഭിച്ചതിന് പിന്നാലെ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകാൻ നടൻ സിദ്ദിഖ് അത്തരത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നമുക്ക് അഭിഭാഷകന്റെ പ്രതികരണവും ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിന്റെ വിശദാംശങ്ങളാണ് ഡാനി ഇപ്പോൾ പങ്കുവച്ചത്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം.